പൊടിമോനെ, നീ എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് വന്നു എന്ന് മാത്രം ചോദിക്കരുത്. നോ ലോജിക്. വീട്ടിൽ അടി നടക്കുക. ആരുമായിട്ട്? പന്തക്കൽ ലാസറുമായിട്ട്. എന്റെ അമ്മേ! അമ്മയും മക്കളും കണ്ണു തുറന്ന് കണ്ടു. കോടതി വിധിയായ എന്റെ കയ്യില്. വീടും പറമ്പും എനിക്കാ. ഒഴിപ്പിക്കാൻ പന്തക്കൽ ലാസറിന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. നിങ്ങളുടെ മൂത്ത മോനൊരുത്തനില്ലേ മുകുന്ദൻ, അവൻ വന്ന് എന്റെ രണ്ടു കാലും നക്കി. അവന്റെ അച്ഛന്റെയും അനിയന്റെയും അസ്ഥിത്രയോ പണ്ടാരക്കെട്ടോ ഈ പറമ്പിലുള്ളത് കൊണ്ട് വീട് ഒഴിവാക്കി തരണം, കാശ് തന്നോളാമെന്ന് എന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ 3 മാസത്തെ അവധി കൂടി കൊടുത്തത്. ഇന്ന് തീരെ ആ 3 മാസം. എന്താ ഉദ്ദേശം? കാശ് തരാനോ അതോ ഇവിടുന്ന് ഇറങ്ങിത്തരാനോ? കുട്ടികളുടെ അച്ഛന് പങ്കുവച്ചോടം പെരുന്നേല് കിട്ടാനുള്ള 10 ലക്ഷം രൂപ ഭാസ്കരൻ നായർ ഇന്ന് തരും. എന്താ ഉറപ്പ്? ഭാസ്കരൻ നായർ തരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്നും തന്നില്ലെങ്കിലോ? തരും. നിങ്ങൾ വിഷമിക്കണ്ട, പലിശ ഞാൻ ഒഴിവാക്കി തരാം. ദേ ആ നിക്കണ മുതൽ ഇങ്ങോട്ട് തന്നാ മതി. ഭാര്യ മരിച്ചു നിക്കണോ ലാസർ? എനിക്കും വേണമല്ലോ അന്തിക്കൂട്ടിനൊരാള്. മച്ചി ആയതുകൊണ്ട് ആ വഴിക്ക് ലാഭം ലാസറിന് തരാം. അന്നെ കഴിവറ മോനെ, എന്റെ പെങ്ങളെ നീ എന്നെ തല്ലി അല്ലടാ പന്നി. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വക്കീലായന്റെ പണം, എന്നിട്ട് നീ എന്നെ തല്ലിക്കോ. കൊള്ളാം, ഞാൻ തനിക്ക് പണം തരാനുള്ള സത്യം തന്നെയാ. അതിന്റെ പെങ്ങന്മാരെ പറ്റി വായ തോന്നി പറഞ്ഞിട്ടില്ല. എന്താ നിനക്ക്? പെങ്ങന്മാരുടെ മടിക്കുത്തി കണ്ടവന്മാരെ കൊണ്ട് കൈവെപ്പിക്കോ നീ? ചത്തുപോയത് എന്റെ അച്ഛന്റെ അനിയന്റെ കുഴിമാടത്തെക്കാൾ എനിക്ക് വലുത്. ജീവിച്ചിരിക്കുന്ന എന്റെ പെമ്മക്കട മാനവാ. ഇറങ്ങി ഞാനും എന്റെ മക്കളും ഇടുന്നു. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ആദ്യം നീ എന്റെ കടം വീട്ട്. മുകുന്ദ, ഭാസ്കരൻ നായരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഇയാളുടെ മുഖത്തെറിഞ്ഞു കൊടുക്കാം. ഞാനും വരാം. ഇന്ന് രണ്ടിലൊന്നറിയണം എനിക്ക്. നിനക്കാള് തെറ്റി മോനെ. എന്ത് മാറി നിക്ക് ഭാസ്കരേട്ടാ. പണം റെഡിയല്ലേ? പിന്നെ എപ്പോഴേ റെഡി. ഇത്രയും നേരമായിട്ട് നിന്നെ കാണാതായപ്പോ കണക്കും പണമായിട്ട് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു. അയ്യോ, ഇതാരാ? ഞാൻ പൊടിമോൻ. താനല്ലടോ അയാള്. അത് അൾസർ അല്ല ലാസർ. ഞാൻ പന്തക്കൽ ലാസർ. മനസ്സിലായി. മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പഴേ ഇവൻ മനഃപൂർവ്വം തന്റെ കാശ് തരാത്തൊന്നും അല്ല കേട്ടോ. ഞാൻ കൊടുക്കാൻ ഇത്തിരി വൈകി. ഞാനും ഇവന്റെ അച്ഛനും കൂടി പണ്ട് ബസ് സർവീസ് തുടങ്ങിയതാ. 2 വർഷം നടത്തി. കമ്പനി പൊട്ടി. ഈ പൊളിഞ്ഞ ബിസിനസിന്റെ കണക്കാകുമ്പോ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഒന്ന് നോക്കണമല്ലോ. 1-2 ലക്ഷത്തിന്റെ കണക്കാണോ? 10 ലക്ഷം. എന്റെ നാരായണൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഒരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. എനിക്കിത്തിരി കുറഞ്ഞാലും ഇവർക്ക് കിട്ടാനുള്ളതിൽ ഒരു പൈസ പോലും കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. നിനക്ക് കണക്ക് കാണണ്ടേ? അതൊന്നും വേണ്ട ഭാസ്കരേട്ടാ, ആദ്യം ഇതൊന്നും തീർക്കട്ടെ, ബാക്കി പിന്നെ. ലക്ഷ്മി തങ്കച്ചേ, ആ കാശെടുത്ത് മുകുന്ദന് കൊടുക്കൂ. നന്നായിരിക്കട്ടെ. ഭാസ്കരേട്ടാ, ഇതാകെ 10,000 ഉള്ളൂ. അതെ, 10,000. കണക്കും പ്രകാരം 10 ലക്ഷം എന്നല്ലേ ഭാസ്കരേട്ടൻ പറഞ്ഞേ? അത് ഓഡിറ്റ് ചെയ്യണതിന് മുമ്പല്ലേ മുകുന്ദ. ഓഡിറ്റർ വന്ന് കണക്ക് നോക്കി 10,000 എന്ന് പറഞ്ഞപ്പോ ഞാനും ഞെട്ടിപ്പോയി. നാരായണന്റെ ഷെയർ 10 ലക്ഷം വരുമെന്ന് ഞാൻ തർക്കിച്ചു അയാളോട്. ഇല്ലേ? പിന്നെ ഒന്നൊന്നായിട്ട് കണക്ക് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോ കാര്യം ശരിയാ. സത്യത്തില് 9,995 രൂപയേ ഉള്ളൂ. ഞാനൊരു 5 കൂടി ഇട്ട് അത് 10,000 ആക്കിയതാ. ഇത് ചതിയായി പോയി ഭാസ്കരേട്ടാ. 10 ലക്ഷം രൂപ ഇത്രയും കാലം തരാണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങളുടെ ആകെയുള്ള കിടപ്പാടും എൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും കൊണ്ട് ഞാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരും. ഭാസ്കരേട്ടൻ്റെ വാക്കിന്റെ വിശ്വാസത്തിലാ ഞാൻ ഇയാളോട്. ലാസർ
ലാസേട്ടാ ഞാൻ ഇവന്റെ ചത്തുപോയ തന്തയ്ക്ക് കച്ചവടം പിരിഞ്ഞതിന്റെ വകയില് 10 ലക്ഷം കൊടുക്കാനില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാ ലാസറെ, കൊടുക്കാനുള്ളത് മുഴുവൻ താപ്പ കയ്യോടെ കൊടുത്തു. ലാസേട്ടാ ഇയാള് മുകുന്ദ തെണ്ടി പൊലയാടി മോനെ, നിർത്തിക്കോ നിന്റെ നാടകം. ഇത്രയും കാലം നീ എന്നെ കുരങ്ങെളുപ്പിക്കായിരുന്നു, അല്ല പന്നി. അതും പോരാഞ്ഞ് നീ എന്നെ തല്ലി. നിന്റെ 10 ലക്ഷം നിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ടാണ് നായിന്റെ മോനെ ഞാൻ പോണത്. കാണിച്ചു തരാൻ ലാസർ. കേരള വണ്ടിയില് ഇതും കൂടി ഇരിക്കട്ടെ. അവസാനം വായിക്കരിയിടാണെങ്കിൽ ഇത് ഉപകരിക്കും. ഒരിക്കലും നന്നാവില്ലടോ. ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരാ നിന്ന് കത്തുന്ന നിന്ന്. അത് ഞാൻ കെടുത്തിക്കൊള്ളാം. വെള്ളം ഒഴിച്ചാ കെടാത്ത തീയുണ്ടോ? അയ്യോ അയ്യോ, എന്റെ മോളെ. എന്താ ഇത് മോളെ? എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. അയ്യോ എന്റെ പൊന്നു മോളെ. പിടിച്ചിറക്കണല്ല. അയ്യോ നമ്മുടെ വീട്. അയ്യോ മുകുന്ദന്റെ അമ്മ ഇങ്ങനെ കരയരുത്. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ട അവനും തളർന്നു പോകും. 30 വർഷം ഉണ്ടിറങ്ങിയ വീട് ഒറ്റ നിമിഷം കൊണ്ടാ ഇല്ലാണ്ടായത്. പീഡിയ തിന്നെ കിടക്കുന്ന ഭിക്ഷക്കാരും ഞങ്ങളും തമ്മിൽ എന്തായാലും ഒപ്പസേപ്പ വ്യത്യാസം. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. നാളെ തന്നെ നമുക്കൊരു വാടക വീട് കണ്ടുപിടിക്കാം. എന്റെ ശ്രീകുട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുഖത്തിനൊരു താങ്ങായനെ. അനിയനെ ഡോക്ടറാക്കണമെന്ന് മോഹിച്ച് നടന്നിട്ട് അയ്യോ. അമ്മ ഇനി ഓരോന്ന് പറഞ്ഞും കരഞ്ഞും ശ്വാസം മുട്ടലോടി വരുത്തി വെക്കണ്ട. ഇതെന്തമ്മേ പുൽക്കുളിന്റെ ഉണ്ണിയാച്ചിന്റെ മുമ്പിൽ മാലായിരിക്കുന്ന പോലെ? ദേ നിൽക്കണ പശു. പശു നിന്റെ പോടാ. ആ ദേ നല്ല ചൂട് തട്ടുദോശ, ചട്നി, നല്ല ചൂട് കട്ടൻ കാപ്പി. എല്ലാരും വന്ന് വേഗം കഴിച്ചേ. എല്ലാവരും എന്നിട്ട് പെട്ടെന്ന് കഴിക്ക്. ഉറങ്ങാൻ നോക്ക്. അല്ല മുകുന്ദ, എവരെവിടെ കിടത്തുക? കിടക്കാനാണോ സ്ഥലമില്ലാത്ത? എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് വില കൂടിയ കാറിൽ സഞ്ചരിക്കണമെന്ന്. ദേ കിടക്കണം മാരുതി എസ്റ്റീം. മോഡല് കുറച്ച് പഴയതാണെങ്കിലും അമ്മയ്ക്ക് ഇത് മതിയാവും. നിനക്കേ വണ്ണത്തിരി കൂടുതലായതുകൊണ്ട് നിന്റെ മുറി അംബാസഡർ കാറ്, ഇന്നരയ്ക്ക് ബെഡ്റൂം ഈ മാരുതി വാൻ. നീ വന്നേ. എൻ്റെ മോള് ചെറുതായതുകൊണ്ട് നിനക്ക് ഈ 800 മതി. ഇന്നലെ വരെ എല്ലാവരും ഒരു മുറിയിലല്ലേ കിടന്നുകൊണ്ടിരുന്നേ. ഇന്ന് എല്ലാവർക്കും ചേട്ടൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് മുറികളാ. മുകുന്ദന്റെ കുടുംബത്തിന് പുരോഗമനം ഉണ്ടല്ലോ ലോപ്പസേട്ടാ. മുകുന്ദ, നീ പൊട്ടനാണോ പൊട്ടൻ കളിക്കുകയാണോ? നമ്മളെ പോലുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പൊട്ടൻ കളിക്കുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ പ്രാന്ത് പിടിച്ചു പോകും, അതല്ലെങ്കിൽ റെയിലുമേ തലവെക്കേണ്ടി വരും. ഒന്നിനും കൊള്ളാത്ത ഒരു അമ്മയും 3 പെങ്ങന്മാരും. ഞങ്ങൾ നിനക്ക് ഇറക്കി വെക്കാൻ പറ്റാത്ത ഒരു ഭാരമായില്ലേ മോനെ? നിങ്ങൾ എനിക്കൊരു ഭാരാവോ അമ്മേ? അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുടുംബം നോക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാ നമ്മുടെ അച്ഛൻ. എന്നിട്ടിപ്പോ ആ കുടുംബത്തെ ഞാൻ വർക്ക്ഷോപ്പിലാക്കി. എല്ലാവരും കൂടി എന്നെ ശപിക്കരുത്. അയ്യോ എന്റെ പൊന്നു മോനെ. പിന്നെ എന്തേറ്റി ഇതാ പഠിച്ചിരിക്കേണ്ട സമയത്ത് പഠിക്കണം എന്ന് പറയുന്നത്. അച്ഛാ, ആ എന്തോ യു ആർ റിയലി ക്ലവർ. ഒറ്റ ദിവസം കൊണ്ട് ലാഭം 10 lakhs. സമ്മതിച്ചിരിക്കുന്നു. അച്ഛൻ ഇത് ആരാടി മോൻ? ശരിക്കും മുകുന്ദേട്ടൻ അച്ഛൻ 10 ലക്ഷം കൊടുക്കാനുണ്ടോ? പിന്നില്ലാതെ. എന്ന് വെച്ച് അത് മുഴുവൻ എടുത്ത് അങ്ങ് കൊടുക്കാൻ പറ്റുമോ? പശുവും ചത്തു മോറിലെ പുളിയും തീർന്നു എന്ന് പറഞ്ഞ പോലെ നാരായണനും ചത്തു, ആ ബന്ധവും തീർന്നു, കണക്കും തീർന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 4-5 ലക്ഷം കൂടി അച്ഛന് ലാഭം ഉണ്ടാക്കി തരട്ടെ ഞാൻ. 5 ലക്ഷം?
എങ്ങനെയാടി? നാരായണൻ ചത്തു, ആ ബന്ധവും തീർന്നു എന്നച്ഛൻ പറഞ്ഞില്ലേ, അതുപോലെ എന്റെ അമ്മ, അതായത് അച്ഛന്റെ ആദ്യ ഭാര്യയും ചത്തു, ആ ബന്ധവും തീർന്നു. പിന്നെ എന്നോട് എന്ത് കടപ്പാടും ബന്ധവും. എന്നെ വിറ്റാലും അച്ഛൻ ഉണ്ടാക്കാം 4-5 ലക്ഷം രൂപ. എന്ത് പറഞ്ഞടി? അരിഞ്ഞു കളയും ഞാൻ. താന്താടെ മുഖത്ത് നോക്കി ഇത്രയും പറയാൻ മാത്രം നീ വളർന്നോടി. കേക്ക്, നല്ലോണം കേക്ക്. നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം കേക്കണം. തള്ള ചത്തതല്ലേന്ന് പറഞ്ഞോണ്ട് കൊഞ്ചിച്ച് അനുഭവിച്ചോ? ഞാൻ സംസാരിക്കുന്നതേ എന്റെ അച്ഛനോടാ, നിങ്ങൾ അതിൽ ഇടപെടണ്ട. അച്ഛൻ മുകുന്ദേട്ടന് കൊടുക്കാനുള്ള പണം കൊടുക്കണം. ആ കുടുംബം തെരുവില അച്ഛൻ കാരണം. തെരുവിലല്ല, അവൻ പണിയെടുക്കുന്ന വർക്ക്ഷോപ്പിലാ. ആ, ഇനിയിപ്പോ അവിടെ ബിസിനസ്സും കൂടിക്കോളും. നിങ്ങൾ ഇത്ര ചീപ്പായി സംസാരിക്കരുത്. നിനക്ക് അത്രയ്ക്ക് നെഞ്ചുരുന്നുണ്ടെങ്കിലേ കൊണ്ടുവന്ന് കൊടുക്കണേ 10-20 ലക്ഷം. അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കിക്കൊടു. കൊടുക്കാൻ തന്നെയാ പോകുന്നത്. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട, അച്ഛന്റെ പോലും.